സാധാരണ സ്ട്രാറ്റജിക് മിലിറ്ററി ഓപ്പറേഷൻസ് നടക്കാറുള്ളത് ഇരുട്ടിൻ്റെ മറവിലാണ്. ഇരുട്ടിൽ എതിരാളിക്ക് യാതൊരു മുന്നറിയിപ്പും കൊടുക്കാതെ അവനെ പൂർണ്ണമായും വകവരുത്തുക എന്നുള്ളതാണ് ഇത്തരം ഓപ്പറേഷൻസിൻ്റെ പ്രൈം ഒബ്ജക്റ്റീവ്. എന്നാൽ ഫെബ്രുവരി 28 ഇറാനിലെ സുപ്രീം ലീഡറായ, ലോകത്തിലെ വൺ ഓഫ് ദ മോസ്റ്റ് പ്രൊട്ടക്റ്റഡ് വ്യക്തിയായ അയത്തുള്ള അൽ ഖമേനിയെ ഇസ്രായേലും US ചേർന്ന് നടത്തിയ സംയുക്ത സൈനിക ആക്രമണത്തിൽ വകവരുത്തിയത് രാവിലെ 6 മണിക്കാണ്. പട്ടാപ്പകൽ. മിസൈലുകൾക്കും ബോംബുകൾക്കും വിമാനങ്ങൾക്കും അപ്പുറം ഈ ഓപ്പറേഷൻ്റെ ബാക്കിൽ ഒരു വലിയ സ്പൈ നെറ്റ്വർക്കിൻ്റെ കഥയുണ്ട്. മിലിറ്ററി സ്ട്രാറ്റജിയുടെ, കൗണ്ടർ ഇൻ്റലിജൻസിൻ്റെ എല്ലാം കഥയുണ്ട്. അതിലേക്കാണ് നമ്മളൊന്ന് പോകുന്നത്. വെൽക്കം ടു വൈറ്റ് ബോർഡ് സ്റ്റോറീസ്. ഈ കഥ പറഞ്ഞ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ആദ്യം പറയേണ്ടത് അയത്തുള്ള അൽ ഖമേനിയെ പറ്റിയാണ്. ഏതാണ്ട് 1989 തൊട്ട് ഇന്നേ വരെ ഇറാൻ്റെ സുപ്രീം ലീഡറായിട്ട് ഉള്ള പൊസിഷൻ ഹാൻഡിൽ ചെയ്യുന്ന ആളാണ് അയത്തുള്ള അൽ ഖമേനി. ഇദ്ദേഹം സുപ്രീം ലീഡറാണ് എന്നൊക്കെ പറയാറുണ്ടെങ്കിലും പലപ്പോഴും ഇദ്ദേഹത്തിൻ്റെ, പ്രത്യേകിച്ച് പോസ്റ്റ് ഒരു 2010, ഇദ്ദേഹത്തിൻ്റെ ലൈഫ് ബങ്കറുകൾക്കടിയിലാണ്. എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ രാജ്യത്തോ അല്ലെങ്കിൽ പുറം രാജ്യങ്ങളുടെ അറ്റാക്കോ അതുപോലുള്ള എന്തെങ്കിലും ത്രെട്ട് സ്മെൽ ചെയ്താൽ തന്നെ പുള്ളി ബങ്കറിലോട്ട് പോകും. പിന്നെ ഇത് ഫുൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ബങ്കറിന് വെളി വരികയുള്ളൂ. ലാസ്റ്റ് ഇയർ ഇസ്രായേൽ അറ്റാക്ക് നടത്തിയ സമയത്ത് പുള്ളി ബങ്കറിൻ്റെ ഉള്ളിലേക്ക് പോയി. ഈ ബങ്കർ എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ പ്രധാന റെസിഡൻസിൽ നിന്നും ഏതാണ്ട് 5 മിനിറ്റോളം ലിഫ്റ്റിൽ അണ്ടർഗ്രൗണ്ടിൽ പോകണം, എന്നാൽ മാത്രമേ ഈ ബങ്കർ എത്തുകയുള്ളൂ. അതും പിന്നെയും ഈ ബങ്കർ പല സ്ഥലത്തോട്ടും ടണലുകൾ വഴി, അണ്ടർഗ്രൗണ്ട് ടണലുകൾ വഴി കണക്റ്റഡാണ്. അപ്പോൾ പുള്ളിയിലേക്ക് ആക്സസ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. രാജ്യത്തുള്ള സീനിയർ മിലിറ്ററി ഓഫീഷ്യൽസ്, ഗവൺമെൻറ് ഓഫീസേഴ്സ്, ഇവർക്കെല്ലാം പുള്ളിയെ കാണണമെങ്കിൽ ബ്ലൈൻഡ് ഫോൾഡ് ചെയ്ത് പല സ്ഥലത്തൂടെയൊക്കെ കറക്കിയാണ് പുള്ളിയെ കൊണ്ടെത്തിക്കുന്നത്. പുള്ളിയുടെ അടുത്തുള്ളത് ഏറ്റവും വിശ്വസ്തരന്മാരായിട്ടുള്ള സെക്യൂരിറ്റി ഗാർഡ്സ് മാത്രമാണ്. ഇസ്രായേലിൻ്റെ ടാർഗറ്റ് ലിസ്റ്റിലൊന്നും ഉള്ള ഒരാളായിരുന്നില്ല അൽ ഖമേനി. ഒരു ത്രെറ്റ് പൊസിഷൻ ഉണ്ടായിരുന്നു, പക്ഷേ ഇയാളെ തട്ടിക്കളയണം എന്നൊന്നും ഉള്ള ഒരു പ്ലാൻ ഇസ്രായേലിനില്ലായിരുന്നു. പക്ഷേ 2023 ഒക്ടോബർ 7 അറ്റാക്കിന് ശേഷം ആ പൊസിഷൻ മാറി. കാര്യം അൽ ഖമേനിയും ഇറാനും ബാക്ക് ചെയ്ത ഫോഴ്സസ്, ഹമാസിൻ്റെ എലമെൻസാണ് ഇസ്രായേലിൻ്റെ മേൽ അറ്റാക്ക് നടത്തിയതെന്ന് ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസ് വൃത്തത്തിൽ നിന്നും അവർ മനസ്സിലാക്കുന്നു. അങ്ങനെ അന്ന് തൊട്ട് ഖമേനിയെ മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ അവർ ട്രാക്ക് ചെയ്യാൻ തുടങ്ങും. ഖമേനി മാത്രമല്ല, ടെഹ്റാൻ നഗരം മുഴുവനായും ഇസ്രായേൽ ട്രാക്ക് ചെയ്യുന്നു. എങ്ങനെ? അതിലേക്ക് നമുക്ക് പോകാം. ഇസ്രായേൽ മിലിറ്ററി ഇൻ്റലിജൻസിന് ഒരു ഡിവിഷനുണ്ട്. IDF 8200 എന്നാണ് ആ ഡിവിഷൻ്റെ പേര്. സൈബർ ഡിവിഷനാണത്. ഇവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ടെഹ്റാനിലെ എല്ലാ ട്രാഫിക് ക്യാമറാസും ഹാക്ക് ചെയ്യുന്നു. തെൽ അവീവിലെ അനലിസ്റ്റുകൾക്ക് TV കാണുന്നത് പോലെ ടെഹ്റാനിലെ ഓരോ സ്ട്രീറ്റിൻ്റെയും വിഷ്വൽസ് കാണാനായി സാധിക്കുന്നു. ഇവരെൻ്റെ വിഷ്വൽസ് പഠിക്കുന്നു. വർഷങ്ങളോളം ദിവസവും അനലിസ്റ്റുകളുടെ പ്രൈം ജോലി രാവിലെ വരിക, ഈ വിഷ്വൽസ് കാണുക, ഓരോ കാര്യങ്ങളും നോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇസ്രായേലിൻ്റെ അകത്തുള്ള തെൽ അവീവ് സിറ്റി അവർക്ക് അറിയാവുന്നതുപോലെ അവർ ടെഹ്റാൻ നഗരത്തിൻ്റെ മുക്കും മൂലയും മനസ്സിലാക്കുന്നു. കൃത്യമായിട്ട് ഒരു വണ്ടി പാർക്ക് ചെയ്തിരുന്നാൽ പോലും ഇവർ മനസ്സിലാക്കുന്നു. അൽ ഖമേനി താമസിച്ചിരുന്ന തെരുവുണ്ട്, പാസ്റ്റർ സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട് തെരുവുണ്ട്. ആ തെരുവിൻ്റെ അവിടെയുള്ള എല്ലാ ഡിവൈസസും ഇവർ ഹാക്ക് ചെയ്യുന്നു. അതായത് ക്യാമറാസ് ഉണ്ട്, അതിനോടൊപ്പം തന്നെ മൊബൈൽ ടവറും മറ്റു കാര്യങ്ങളെല്ലാം ഹാക്ക് ചെയ്യുന്നു. ഈ ക്യാമറാസിൽ നിന്നും ഓരോ ഈ സിറ്റിയുടെയും അൽ ഖമേനി വീടിൻ്റെ അവിടെയുള്ള ക്യാമറാസിൽ നിന്നും ഓരോ സെക്യൂരിറ്റി ഗാർഡും അവരുടെ വീട്ടിൽ നിന്നും എപ്പോൾ ഇറങ്ങുന്നു, എത്ര നേരം അടുത്താണ് ഖമേനിയുടെ റെസിഡൻസിലെത്തുന്നത്, ഖമേനിയുടെ റെസിഡൻസിൽ അവർ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് എവിടെയാണ്, ഇവരുടെ സോഷ്യൽ സൈക്കിൾ എന്തൊക്കെയാണ്, ഈ ഇൻഫർമേഷൻസ് എല്ലാം മൊസാദ് കളക്ട് ചെയ്യുന്നു. അമേരിക്കയുമായി ചേർന്നാണ് ഇവർ ഈ ഓപ്പറേഷൻ നടത്തിയിരുന്നത്. പ്രധാനമായും 2 ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസിലാണ് ഇവർ റിസോർട്ട് ചെയ്തത്. ഒന്ന് സിഗ്നൽ ഇൻ്റലിജൻസ് അഥവാ SIG-8. ഇത് അമേരിക്കയായിരുന്നു മെയിൻലി കവർ ചെയ്തിരുന്നത്. കാര്യം അമേരിക്കയ്ക്ക് സ്പേസിലും അതുപോലെ തന്നെ ഉള്ള ബാക്കി സിഗ്നൽ ഇൻ്റലിജൻസ് കളക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുതലാണ്. സോ സ്പൈ സാറ്റലൈറ്റ്സും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് അമേരിക്ക ഇൻ്റലിജൻസ് കളക്ട് ചെയ്യുന്നത് ഈ ഖമേനിയെയും ഇറാനുള്ള ബാക്കി എലമെൻസിനെയൊക്കെ പറ്റിയിട്ട്. അതേസമയം ഇസ്രായേൽ കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഹ്യൂമൻ ഇൻ്റലിജൻസ് അഥവാ HUMINT എന്നാണ് വിളിക്കുന്നത്. HUMINT എന്ന് വിളിക്കുന്ന ഇൻ്റലിജൻസ് ആയിരുന്നു. ഇത് സിഗ്നൽ ഇൻ്റലിജൻസ് പ്ലസ് ഈ മൊസാദിൻ്റെ സ്പൈ ആൾക്കാർ ഇറാൻ്റെ വളരെ ഡീപ്പ് ലെവലുകളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഇൻഫർമേഷൻ അങ്ങനെ 2 ലെവലുള്ള ഇൻഫർമേഷൻ അവർക്ക് കിട്ടുന്നു. IDF 8200 ഡിവിഷൻ ടെഹ്റാനിലെ ക്യാമറാസ് ഫുള്ള് ഹാക്ക് ചെയ്യുന്നു. അവിടെ നിന്ന് ഇവരുടെ ഓരോ ഇൻഫർമേഷനും മനസ്സിലാക്കുന്നു.
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അൽ ഖമേനി അങ്ങനെ ഒന്നും പുറത്തു വരുന്ന ഒരാളല്ല. അദ്ദേഹം മോസ്റ്റ് ഓഫ് ദ ടൈം ബങ്കറുകൾക്കുള്ളിൽ താമസിക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഫെബ്രുവരി 27 വ്യാഴാഴ്ച വിറ്റ്കോഫും കുഷ്ണറും അമേരിക്കയുടെ പാർട്ടിയിൽ നിന്നുള്ള റെപ്രസെൻറ്റേറ്റീവ്സാണ് ന്യൂക്ലിയർ ചർച്ച നടത്തുന്നത് ഇറാനുമായിട്ട്. ചർച്ചകൾ കഴിഞ്ഞ് ട്രംപിനെ അറിയിക്കുന്നു ഇറാൻ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല, അവർ ന്യൂക്ലിയർ എലമെൻറ്റ്സ് ഹോൾഡ് ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന്. വിത്തിൻ മിനിറ്റ്സ് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇൻഫർമേഷൻ കിട്ടുന്നു. ഖമേനി തൊട്ടടുത്ത ദിവസം ബങ്കറിൽ നിന്നും പുറത്തു വരികയാണ്. ഇറാനിലെ ടോപ്പ് ഒഫീഷ്യൽസുമായിട്ട് മീറ്റ് ചെയ്യുകയാണ്. റവല്യൂഷണറി ഗാർഡ്സിൻ്റെ ചീഫ്, ഡിഫൻസ് മിനിസ്റ്റർ, ഇവരെല്ലാം ഒരുമിച്ച് ഒരു സ്ഥലത്ത് വരികയാണ്. എന്തിനവർ ഒരുമിച്ച് ഒരു സ്ഥലത്ത് വന്നു എന്നുള്ളത് വളരെ ന്യായമായൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ കൂടിയും അതിൻ്റെ ആൻസർ ആർക്കും അറിയില്ല. അവരുടെ അകത്ത് തന്നെ ഒരു മോൾ ഉണ്ടായിരുന്നു. ആ ഇൻഫർമേഷൻ ലീക്കായും. കാര്യം ഇത്രയും ത്രെറ്റ് സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരു രാജ്യത്ത് ഇവരെല്ലാവരും കൂടി എങ്ങനെയാണ് ഒരു സ്ഥലത്ത് വന്നു എന്നുള്ള കാര്യം അറിയാൻ വയ്യ. പക്ഷേ മൊസാദിന് ഇത്തരത്തിലുള്ള ഓപ്പറേഷൻസ് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ 2 പ്രോട്ടോകോൾസാണുള്ളത്. ഒന്ന്, സിഗ്നൽ ഇൻ്റലിജൻസ് വഴി ഉള്ള കൺഫർമേഷൻ വേണം. 2, ഗ്രൗണ്ട് ലെവലിലുള്ള 2 ഡിഫറെൻറ്റ് സോഴ്സസ് ഈ ഇൻഫർമേഷൻ കൺഫേം ചെയ്യണം. എന്നാൽ മാത്രമേ ഇസ്രായേൽ ഫോഴ്സസ് അറ്റാക്കിന് ഉള്ള ഗ്രീൻ സിഗ്നൽ കൊടുക്കുകയുള്ളൂ. പക്ഷേ 2 ഗ്രൗണ്ട് ഫോഴ്സസ്, അതായത് ഗ്രൗണ്ട് ലെവലിലുള്ള സ്പൈസും ഇവരുടെ ഇൻഫർമേഷൻ കൺഫേം ചെയ്തു. അതെ, നെക്സ്റ്റ് ഡേ രാവിലെ ഖമേനി ഇന്ന സ്ഥലത്ത് വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ കൺഫേം ചെയ്തു. അത് ഖമേനി എന്ത് കരുതിയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു അറ്റാക്ക് വരുന്നതേയില്ല, ചർച്ചകൾ നടക്കുകയാണ്. ഇനി നടന്നാലും, ഇനി എന്തെങ്കിലും അറ്റാക്ക് വന്നാലും അത് രാത്രിയായിരിക്കും. സോ ഖമേനി അദ്ദേഹത്തിൻ്റെ സറൗണ്ട് ചെയ്തിരിക്കുന്ന ബോഡി ഗാർഡ്സും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി പ്രോസസ്സിനും ഒക്കെ ചെറിയൊരു വിട്ടുവീഴ്ച പകൽ സമയത്ത് കാണിച്ചിരുന്നു. ആ ചെറിയൊരു വിട്ടുവീഴ്ചയാണ് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയും ഇസ്രായേലും കൃത്യമായി മുതലാക്കിയത്. ഈ അറ്റാക്ക് നടന്ന സെക്കൻഡുകൾക്കുള്ളിൽ, അതായത് ഈ ഫസ്റ്റ് പോയിൻ്റ് ഈസ് ലൈക്ക് ജെറ്റ്സ് പോകുന്നതിന് മുമ്പ് അവരുടെ റഡാർ സിസ്റ്റംസ്, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് എല്ലാം അമേരിക്കൻ സൈബർ ഇൻ്റലിജൻസ് ഹാക്ക് ചെയ്യുന്നു, കംപ്ലീറ്റ്ലി ഡൗൺ ചെയ്യുന്നു. ഇറാനിൻ്റെ ഇൻ്റർനെറ്റ് അവൈലബിലിറ്റി 1 to 4% ആയിട്ട് കുറയുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഖമേനിയുടെ വീടിന് ചുറ്റുപാടുമുള്ള ക്യാമറ ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് ടവർ, മൊബൈൽ ടവർ, ഇതെല്ലാം 8200-ൻ്റെ ട്രാക്കിങ്ങിലായിരുന്നു. അവരതിനകത്തെല്ലാം ഹാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർ അവിടെയുള്ള മൊബൈൽ നെറ്റ്വർക്കുകളെല്ലാം ജാമാക്കി. സോ ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ആ ബോഡി ഗാർഡ്സിന് പോലും ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഫോൺ നെറ്റ്വർക്കുകളെല്ലാം ആ ഏരിയയിൽ ഡൗൺ ആക്കി. ദെൻ എയർ ഫോഴ്സസിന് സിഗ്നൽ കൊടുക്കുന്നു. ദേ ഫ്ലൈസ് ഇൻ. അവർ യൂസ് ചെയ്ത മിസൈൽ സ്പാരോ മിസൈലാണ്. ഈ സ്പാരോ മിസൈലിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ 1000 കിലോമീറ്റർ ഇപ്പുറത്തു നിന്നും സ്പാരോ മിസൈൽ ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റീവിലോ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റീവ് ഒരു ഡൈനിങ് ടേബിൾ ആണെങ്കിൽ, അതായത് ഒരു ചെറിയ വലുപ്പമുള്ള ഒരു ടേബിൾ ആണെങ്കിൽ, ആ ടേബിളിൽ കൃത്യമായി ഹിറ്റ് ചെയ്യും. അതാണ് അതിൻ്റെ പ്രത്യേകത. അതാണ് സ്പാരോ മിസൈലിൻ്റെ പ്രത്യേകത. അതായത് ക്ലിയർ പ്രിസൈസ് ആയിട്ടുള്ള ടാർഗറ്റുകളിൽ ഹിറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മിസൈലാണ് സ്പാരോ മിസൈൽ. ഞാൻ ഈ മിസൈൽസ് എന്നെക്കുറിച്ച് ഇതിന് മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മിസൈൽസ് യൂസ് ചെയ്തതിനെ പറ്റിയൊക്കെ. അങ്ങനെയാണ് ഈ സ്പാരോ മിസൈൽസ്. ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സസിൻ്റെ ഇസ്രായേൽ എയർഫോഴ്സ് അവിടെ എത്തുന്നു, സ്പാരോ മിസൈൽസ് ഉപയോഗിക്കുന്നു, കൃത്യമായിട്ട് ഈ ലൊക്കേഷനിൽ വീഴുന്നു, പരിപാടി കഴിയുന്നു. ആ സമയത്തും അൽ ഖമേനി ബങ്കറിൽ തന്നെ ആയിരുന്നു. പക്ഷേ ഒരു പ്രശ്നമുണ്ടായിരുന്നു. ഈ ബങ്കറുകളിലെ ഏറ്റവും മുകളിലത്തെ നിലയിലായിരുന്നു ഇദ്ദേഹം നിന്നിരുന്നത്. ഇതിൻ്റെ താഴത്തെ നില കൂടുതൽ താഴെയായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇദ്ദേഹത്തിന് രക്ഷപ്പെട്ടു പോയാൽ. പക്ഷേ ഈ മുകളിലത്തെ നിലയിൽ നിന്നത് കാരണം സ്പാരോ മിസൈലിൻ്റെ ടാർഗറ്റ് സോണിൽ തന്നെയായിരുന്നു ഇയാൾ നിന്നത്. അല്ലെങ്കിൽ ഇയാൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5 നിലകൾ, 5-6 നിലകൾ താഴ്ചയുള്ള ബങ്കറിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ അമേരിക്കയുടെ ബോംബുകളല്ലാതെ അത്രയും ഡെപ്തിൽ പോയി ഹിറ്റ് ചെയ്യാനായിട്ട് നിലവിൽ വേറെ ബോംബ്സൊന്നുമില്ല. അമേരിക്ക ലാസ്റ്റ് ടൈം അത് B-2 ബോംബേഴ്സ് ഉപയോഗിച്ചിട്ടാണ് അവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് ഹിറ്റ് ചെയ്യുന്നത്. ആ ബോംബുകൾക്ക് മാത്രമേ ഈ ഇത്തരത്തിലുള്ള ഡീപ്പ് അണ്ടർഗ്രൗണ്ട് നെറ്റ്വർക്ക്സിനെ ഹിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ ഖമേനി നിന്നിരുന്നത് ഈ ബങ്കറുകളുടെ ഏറ്റവും മുകളിലത്തെ നിലയിലായിരുന്നു. ബോംബ് വീഴുന്നു, പരിപാടി കഴിയുന്നു. ഇത് എന്തുമാത്രം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കൗണ്ടർ ഇൻ്റലിജൻസ് ഓപ്പറേഷനാണ് ഇതിൻ്റെ പുറകിൽ നടന്നതെന്ന് നോക്കണം. ഇതിൻ്റെ ലാസ്റ്റ് ഫേസ് മാത്രമാണ് ഫ്രണ്ട് എൻഡിൽ ഈ അറ്റാക്ക് നടന്നത്. അതിന് പുറകിലായിട്ട് തെല്ലവീവിലെ ക്യാമറാസ് ഹാക്ക് ചെയ്യുന്നു. ആ ക്യാമറയിലെ ട്രാഫിക് പാറ്റേൺസ് മനസ്സിലാക്കുന്നു. ഖമേനിയുടെ ബോഡി ഗാർഡ്സ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നു. സോഷ്യൽ നെറ്റ്വർക്ക് അനാലിസിസ് എന്ന് പറഞ്ഞിട്ട് ഇവരോട് അനാലിസിസ് ചെയ്യുന്നു. ഈ അനാലിസിസ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇവർ പുറത്തു വിട്ടിട്ടില്ല. പക്ഷേ ആ അനാലിസിസിലൂടെ അൽ ഖമേനിയുമായി കണക്ട് ചെയ്ത ആൾക്കാരുടെ
സോഷ്യൽ കണക്ഷൻസ് എന്തൊക്കെയാണ്, അവരെങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്. സോ ബേസിക്കലി ഒരു ഗ്രാഫ് നെറ്റ്വർക്ക് എന്നൊക്കെ പറയുന്ന പോലെ ഓരോ കണക്ഷൻ പോയിൻറ്റ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ കണക്ഷൻ പോയിൻറ്റ്സ് എവിടെയാണ് നിൽക്കുന്നത്, അവരുടെ പൊസിഷൻസ് എങ്ങനെയാണ്, ഇതെല്ലാം ഇവർ മനസ്സിലാക്കിയിരുന്നു. ഈ അറ്റാക്ക് കഴിഞ്ഞ ഉടനെ, അതായത് ഈ ഫെബ്രുവരി 28 ഉള്ള അറ്റാക്ക് കഴിഞ്ഞ ഉടനെ അമേരിക്കൻ ഇസ്രായേൽ സേനകൾ നടത്തിയ അറ്റാക്ക് ഏതാണ്ട് 1500 അറ്റാക്സ് പല സ്ഥലങ്ങളിലായിട്ട് അമേരിക്കൻ ഇസ്രായേൽ ഫോഴ്സസ് നടത്തിക്കൊണ്ടായി. ഇസ്രായേൽ ഇതിനെ വിളിച്ചത് ഓപ്പറേഷൻ റോറിംഗ് ലയൺ എന്നാണ്, ഗർജിക്കുന്ന സിംഹം. അമേരിക്ക വിളിച്ചത് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്നാണ്. അപ്പോൾ രണ്ട് രാജ്യങ്ങൾ സംയുക്തമായ ഒരു ഓപ്പറേഷൻ നടത്തുന്നു. ഈ ഇറാൻ്റെ സുപ്രീം ലീഡറെ വകവരുത്തുന്നു. പക്ഷേ ആ ഫ്രണ്ട് എൻഡിനും ബാക്കിലായിട്ട് ഒരു വലിയ സ്പൈ നെറ്റ്വർക്കിൻ്റെ, വലിയ കൗണ്ടർ ഇൻ്റലിജൻസിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട്. എന്തായാലും ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. സാധാരണ വാർത്താ മാധ്യമങ്ങളിൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് വരാറില്ല. ഞാൻ എൻ്റെ ചാനലിൽ എപ്പോഴും അങ്ങനെയുള്ള ഇൻഫർമേഷനാണ് പറയുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിരിക്കും.